എന്റെ പേഴ്സണൽ ലൈഫിലോട്ട് പോകേണ്ടി വരും. മനസ്സിലായോ? എന്റെ പേഴ്സണൽ ലൈഫിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര അട്ടർ ഫ്ലോപ്പാണ് എന്റെ പേഴ്സണൽ ലൈഫ്. കുറച്ച് പറയുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. എപ്പോഴും ബോൾഡ്നെസ് കാണിക്കാനുള്ള ഒരു രീതിയിലായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ പലരും നടത്താറ്. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതാണോ? ലൈക്ക് ഇപ്പോ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഒരു ട്രോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഫുൾ ഒരു കട്ട് അല്ലാതൊന്നും മുഴുവൻ മാറണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണമെന്നാണ് ഹെയർ സ്റ്റൈൽ മാറ്റാന്നുള്ളത്. എനിക്ക് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ 10 വർഷമായിട്ട് ഒരു വലിയ ഡിപ്രഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആങ്സൈറ്റി ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തവണത്തെ ഓണത്തിന് പെട്ടെന്ന് പോയി അങ്ങോട്ട് മുടി ഇങ്ങനെ ആക്കിയതാണ്. യെസ് ഓണത്തിനാണ് ചെയ്തത്. അപ്പോൾ അഭിലാഷേട്ടൻ തന്നെ നീ മുടി വെട്ടിയോ? ആ ഉണ്ടായിരുന്നു, മുടിക്ക് എന്തായിരുന്നു കുഴപ്പമെന്നാ പുള്ളി ആദ്യം ചോദിച്ചത്. നീ എന്തിനാ മുടി വെട്ടിയ? അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ മുടി കൊണ്ട് എല്ലാവരും കണ്ണു നോക്കിയോ വെട്ടുന്നില്ലേ എന്ന് പറഞ്ഞു. മുടി ഇല്ലാത്തവരും ഒക്കെ ഞാൻ വെട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ തന്നെ എന്നാലും ഞാൻ വെട്ടുള്ളൂ. അറിയാലോ എന്നെക്കാളും നല്ല വെളുത്ത ഒരാളാണ് എന്നെ കല്യാണം കഴിച്ചത്. അപ്പം എന്റെ സ്കിൻ ടോണും പുള്ളിയുടെ സ്കിൻ ടോണും വെച്ചിട്ട് പുള്ളിയുടെ വീട്ടുകാർ തന്നെ എപ്പോഴും നിലവിളക്ക് കരിവിളക്ക് എന്നുള്ളൊരു സാധനം ഇങ്ങനെ പറയുമായിരുന്നു. ഓക്കെ, ഞാൻ ഒരു ട്രഡീഷണൽ നായർ ഫാമിലി ഉള്ള ഒരു കൊച്ചാണ്. അപ്പം നായർ ആ ഒരു സംഭവം മാത്രം ഇങ്ങനെ പഠിച്ചു വന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയപ്പോഴത്തേന് എനിക്കത് വലിയൊരു എന്നെ 19.5 ആയപ്പോൾ എനിക്കിപ്പോൾ 31 വയസ്സുണ്ട്. എന്നെ 19.5-ലാണ് എന്നെ കെട്ടിച്ചു വിട്ടത്. ഓക്കെ, അപ്പം അന്ന് ആൾക്ക് 29 വയസ്സുണ്ട്. അപ്പം എനിക്ക് അറിയില്ല, എനിക്ക് അന്ന് ഇത്രയും മുടിയുണ്ട്, നല്ല മുടിയുണ്ട്. അപ്പം ഓൾറെഡി ആൾക്ക് 2 കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെണ്ണ് കെട്ടിച്ചാൽ മകൻ്റെ സ്വഭാവം നന്നാകും എന്നുള്ള രീതിയിലാണ് എന്നെ കെട്ടിച്ചു വിടുന്നത്. ഞാൻ ചെന്നപ്പോൾ അത് വേറൊരു ലോകമാണ്. പുള്ളി ജോബിനൊന്നും പോകത്തില്ല. 4 ആൺകുട്ടികളുള്ളതിൽ ഏറ്റവും ഇളയ ആളാണ്, ഫാമിലിയിലെ ഏറ്റവും ഇളയ കൊച്ചാണ്, ഒരു പണിക്കും പോകത്തില്ല. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഞാനും ഒരു ദിവസം പുള്ളി എന്നെ ആദ്യമായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോവാണ്. ഒരു കല്യാണം കഴിഞ്ഞ് 2.5 വർഷത്തിന് ശേഷമുള്ള എന്നെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്, കൂടെ പോകുന്നത്. എന്നെ പുറത്ത് പുള്ളിയുടെ കൂടെ കൊണ്ടുപോകുന്നത് 2.5 വർഷത്തിന് ശേഷമാണ്. അങ്ങനെ പോകണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുടി പോകത്തില്ലായിരുന്നേ. അന്നുണ്ടല്ലോടാ ഞാൻ മുടി ഇതുവരെ ഞാൻ പിന്നി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഉണ്ട്, ആക്ച്വലി നല്ല മുടിയുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേനും അന്ന് തിയേറ്ററിൽ കുറേ ആൾക്കാർ എന്നെ നോക്കി. ഇയാൾ തിരിച്ചു വന്നിട്ട് എന്നെ അന്ന് കുറേ തല്ലി. ഇയാൾ എന്നെ സിഗരറ്റൊക്കെ വെക്കും. എന്നെ സിഗരറ്റിന്റെ പൊള്ളിക്കും, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റിനൊക്കെ അടിക്കും, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം വന്നപ്പോഴത്തേനും നെക്സ്റ്റ് ഡേ നോക്കിയപ്പോഴത്തേനും ഈ ഫിഷ് കട്ട് ചെയ്യുന്ന കത്രികയില്ലേ, അത് വെച്ചിട്ട് ആളെൻ്റെ മുടി മുറിച്ചതിന് ശേഷം എനിക്ക് മുടി വളർന്നിട്ടേ ഇല്ല. അയ്യോ, അങ്ങനെ ഒരു ട്രോമയുണ്ട്. അപ്പം അത്രയും വലിയൊരു മുടി പോയപ്പോൾ മുടിയിൽ പിന്നെ മുടി വളർന്നിട്ടില്ല എനിക്ക്. അപ്പം പുള്ളി വിമണൈസറാണ്. എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിക്കും എന്തിനാ ഇങ്ങനെ? അപ്പം പിന്നെ എന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പറയും പുള്ളിയുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം പറയാവോ? പറയുന്നൊരു കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിത് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്റെ ട്രോമയിൽ ഫോൺ ചെയ്യണം ഇപ്പൊ ജെന്യൂനായിട്ട് ഓപ്പൺ ആയിട്ട് ഇത് പറയുന്നതിന് ഇപ്പൊ എന്തോ ഒരു കുഴപ്പമില്ല. അതെല്ലാം കേസൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഡിവോഴ്സ് വാങ്ങി 2018 ജനുവരി 3-ാം തീയതി ഡിവോഴ്സ് വാങ്ങി. എല്ലാം കഴിഞ്ഞു. അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. കാരണം അത് അല്ലേ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയൊരു ട്രോമയാണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും പുള്ളി മുടി വെട്ടി കളഞ്ഞല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഞാൻ പിന്നെയും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയൊക്കെ പിന്നെ എനിക്ക് വളരുന്നില്ല. പിന്നെ ആ കാര്യമൊന്നും വിട്ടു. പിന്നെ രാത്രി വീട്ടിലുണ്ടാവില്ല. സഹിച്ച എങ്ങനെയാന്ന് വെച്ചാല് എനിക്ക് സെക്കൻഡ് മദറാണുള്ളത്. അപ്പൊ ഞാൻ പുള്ളിക്കാരിനെ വിളിക്കുമ്പോൾ പറയും സഹിക്കണം, കെട്ടിച്ചു വിട്ടതാണ്, അപ്പൊ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കണം എന്നുള്ളൊരു രീതി, മെന്റാലിറ്റി. അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് എപ്പോഴും വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല. അച്ഛൻ അന്ന് ജമ്മുവിലെങ്ങാണ്ടമായിരുന്നു. അച്ഛൻ 1 മാസത്തിലൊരിക്കലൊക്കെയാണ് കോൾ ചെയ്യുക. അപ്പം നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കും. അപ്പം ഞാൻ ഇത്രയും ദൂരെ ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ സങ്കടം കൊടുക്കാൻ പാടില്ല. അപ്പം ഞാൻ കുഴപ്പമില്ല അച്ഛൻ, ഞാൻ ഹാപ്പിയാണ് എന്നിങ്ങനെ പറയും. എന്നിട്ടും പുള്ളിയെ ഞാൻ കുറേ മാറ്റാനൊക്കെ ശ്രമിച്ചായിരുന്നു. പക്ഷെ മാറിയില്ല. പുള്ളി കുറെ എക്സ്ട്രാ മെറൈറ്റൽ എന്താ പറയുക അഫയേഴ്സ് വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെ വീട്ടുകാർ മാറി താമസിക്കാനൊക്കെ പറഞ്ഞു മാറ്റി താമസിപ്പിച്ചപ്പോഴത്തേന് ആൾക്ക് വീട്ടിൽ വേറെ ലേഡീസിനെ കൊണ്ടുവരേണ്ട ഒരു ലൈസൻസ് കിട്ടിയോല്ലായി. വീട്ടുകാരുടെ അടുത്ത് നിന്ന് പോകണ്ടായിരുന്നു എനിക്ക് പിന്നീട് തോന്നിയായിരുന്നു. വീട്ടിലിപ്പം അങ്ങേര് പുറത്ത് പോകത്തല്ലേ ഉള്ളൂ. ഇതിപ്പം വീട്ടില് ആളെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ ഞാൻ അന്ന് ട്രിവാൻഡ്രം പോത്തീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്ലോർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
ഞാൻ വർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ആന്റിമാര് പറയും, മോളെ ഇന്ന് അവിടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു, കുറെ ലേഡീസ് വരുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡിന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് ആയിരിക്കും ആന്റി. ആദ്യം ഒരു ടിപ്പിക്കൽ എല്ലാം പൊത്തി വെക്കുന്ന ഒരു പെണ്ണ്, അത് ഹസ്ബൻഡിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെണ്ണെന്നുള്ള രീതിയിൽ ആന്റി ഫ്രണ്ടാണ് ആന്റി, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടാ കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നല്ല, എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ ഹസ്ബൻഡ്. ഓ ആണല്ലേ. പിന്നെ അവരൊന്നും നമ്മുടെ കാര്യത്തിൽ ഒരു ഡിസ്റ്റൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു തരത്തില്ല എന്ത് സംഭവം. എനിക്കറിയാം ആളെന്നെ പറ്റിക്കുവാണ്, ഉറപ്പായിട്ട് എനിക്കറിയാം. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ചോദിക്കും എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറയും, ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിനക്ക് പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു നല്ലൊരു ഭാര്യ ആവാൻ ഞാൻ നല്ലൊരു ഭാര്യ തന്നെയായിരുന്നു, പക്ഷെ ആൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആളുടെ രീതികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആഫ്രിക്കയിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, നമ്മള് ഒരു കേരളത്തിലുള്ള ഒരു സ്ത്രീ തന്നെയല്ലേ ഞാൻ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ പുള്ളിക്കാരിനെ വിളിച്ചു, പുള്ളിക്കാരിയെ നേരിട്ട് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവാൻ പോവാണ്, ഇനിയെങ്കിലും വെറുതെ വിടണം. പുള്ളി കാണാൻ വന്നാലും അല്ലെങ്കിൽ പുള്ളിനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക. ഞാനല്ല നിന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത്, അവൻ എൻ്റെ വീട്ടിൽ ഇവിടെ എന്നെ കാണാൻ വന്നാൽ ഞാൻ പോകരുതെന്ന് ഞാൻ തിരിച്ചു വിടത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. 8ഓളം സ്ത്രീകളെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുറെ കേസൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ജീവിതം ഇതായല്ലോ, മനസ്സിലായത് ഇതെങ്ങോട്ടാണോ പോണേ. പിന്നെ 6 മാസമായി, 7 മാസമായി, 8 മാസമായി. ഇപ്പം വരുന്ന ബുധനാഴ്ചയാണ് ഇപ്പം ഡെലിവറിയുടെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഈ പ്രശ്നം നടക്കുന്നത്. വീട്ടിൽ ഈ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. ഞാൻ കണ്ണാലെ കാണുന്നുണ്ട്. അപ്പം ഒരു വൈഫും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാനത് കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര എനിക്കറിയില്ല എനിക്കത്. അപ്പം എനിക്ക് നേരെ ഇരിക്കാൻ പറ്റില്ല, ഇത്ര പൊക്കമല്ലേ ഉള്ളൂ. അപ്പം അന്ന് നല്ല തടിയാണ്. അപ്പം ഒരു 3.5 കിലോ ഉണ്ട്. മോനാണെന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളെ തല്ലിയെന്നുള്ള ഒരു സത്യമാണ്. പിന്നെ ഞാൻ എന്താ പൂജിക്കണോ? എന്റെ ബെഡ്റൂമില് വേറൊരുത്തി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തു. അപ്പൊ പറഞ്ഞു നിന്റെ വൈഫ് എന്നെ തല്ലിയത് കണ്ടില്ലേ, ഇതാണോ നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു ഈ പുള്ളിക്കാരി ഇങ്ങനെ ആളെങ്ങനെ ആക്കുവാണ്. അപ്പം അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് വാവയുടെ തല ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് അറിയാൻ പറ്റും ഏത് സൈഡിൽ എപ്പോൾ ഇരിക്കുന്നു എന്നുള്ള എനിക്ക് അറിയാൻ പറ്റും. കറക്റ്റ് ഇങ്ങനെ കറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് എനിക്ക് അത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിന്ന് എന്നെ ഈ പുള്ളി പിടിച്ച് തള്ളി. നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ എനിക്ക് ബാലൻസ് പോയി, ഞാൻ കവിഴ്ന്ന് വീണു. അപ്പോൾ അന്നേരം സാധാ നമ്മുടെ പൊക്കിൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുകയാണെന്ന് ആ സമയത്ത് പുറത്തേക്ക് ബൾജ് ചെയ്തിട്ടായിരിക്കുക. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല തടിയുണ്ട്, ഞാൻ വീഴുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് ബോധം പോകുമ്പോഴത്തേനും പുള്ളി അവളോട് പറയുന്ന നീ ഡ്രസ്സിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, കുറച്ച് സീനുണ്ട്, ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ബോധം പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ബോധം വരുന്നത് ICUലാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനായിരുന്നു, കുറച്ചധികം സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട്, കണ്ണ് പൊട്ടിപ്പോയി, ഫേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെഡിക്കൽ വേസ്റ്റ് ആക്കുവാണ്, തരാൻ നിർവാഹമില്ല, അവരുടെ റൂൾസ് ആണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അതെല്ലാം കഴിഞ്ഞ് 17 ദിവസം ICUലുണ്ടായിരുന്നു ഞാൻ. ICUന്ന് വാർഡിലേക്ക് മാറ്റി. ദ വെരി നെക്സ്റ്റ് ഡേ ഈ പുള്ളിക്കാരിനെയും കൊണ്ട് വരുന്നുണ്ട്. പുള്ളിക്കാരിനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു എനിക്കിനി ഇന്ന വേണ്ട. ശരി, ഓക്കെ, മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യാം, കുഴപ്പമില്ല, പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചു. അത് ചോദിക്കണമല്ലോ, ആസ് എ പെണ്ണ് ചോദിക്കും. പിന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അച്ഛൻ അറ്റാക്കായി. അതിൻ്റെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആരുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഈ ലേഡി പറഞ്ഞു അവർക്ക് എന്നെ നോക്കാൻ പറ്റില്ല, അവർക്ക് ഞാൻ ബാധ്യതയാണ്, അവർക്ക് ഇനി എന്നെ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ പോകാൻ പറ്റില്ല. എന്തായാലും സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം ഭയങ്കര പ്രശ്നങ്ങൾ. ഞാൻ ഈ വേദന പിടിച്ചിട്ടൊന്നുമില്ല, അതൊക്കെ എന്തൊന്നും എനിക്ക് അറിയത്തോലുമില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഓരോരുത്തർ പ്രസവിച്ച് കുഞ്ഞാവനെ ഇങ്ങോട്ട് എടുത്തോടനെ ആ ആയുർവേദയിൽ പോകുന്നു, ഈ ആയുർവേദയിൽ പോകുന്നു, ആവി പിടിക്കുന്നു, അത് ചെയ്യുന്നു അതൊന്നും ചെയ്ത് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അങ്ങനത്തെ ഒരു നോർമൽ ലൈഫേ എനിക്ക് പിന്നെ ലീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തൂടെ എന്താ കാണണ്ടേ, എനിക്കിവിടെ ഒരു ടാറ്റു ഉണ്ട്, ഈ ടാറ്റു ഉണ്ട്, എനിക്കിവിടെ ഒരു ടാറ്റു ഉണ്ട്, ഈ ടാറ്റു ഉണ്ട്. ടാറ്റു കാണണം.
ലോകത്തുള്ള എല്ലാവർക്കും ടാറ്റു കാണണം, അത് മാത്രമാണ് ഉള്ളത് ഇപ്പൊ. മനസ്സിലായോ? അല്ലാതെ എന്തുകൊണ്ട് ഞാൻ ഈ ടാറ്റു ചെയ്തു എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ ആരും ഇതാവില്ല. ആക്ച്വലി വയറ് മൊത്തം സ്ക്രാച്ച് ആണ്. എനിക്ക് സാരി ഉടുക്കണം എന്നുള്ള ഭയങ്കര മോഹമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. എനിക്ക് ചുരിദാർ എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഈ ടാറ്റു ഒക്കെ ഇങ്ങനെ അടിച്ചപ്പോ ആൾക്കാർ വിചാരിക്കും അവിടെ ടാറ്റു ഒക്കെ അടിച്ചിരിക്കുന്നു കിട്ടും. എല്ലാരും കാണാറ് കൂട്ടുകാരി ഇത്രയും വിഷമമുള്ള ഒരാളാന്ന് എനിക്കൊരു വിഷമമില്ല. അങ്ങനെയല്ല. കാരണം എന്താ വെച്ചാൽ അതല്ല, ഇപ്പൊ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്ത് കാണിച്ച് നിൽക്കുന്നവർ ഉള്ളിന്റെ ഉള്ളിൽ ശരി ഒരുപാട് വിഷമങ്ങളുണ്ടാവും. പക്ഷെ അവരാരും പറയുന്നില്ല. അത് മറയ്ക്കാൻ വേണ്ടി കുറെ സന്തോഷം അല്ലേ പക്ഷേ ആണ് പോണത്. ഇപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? സിനിമയാണെങ്കിൽ അത് കിട്ടും. 2 തവണ മരിക്കാനൊക്കെ നോക്കിയായിരുന്നേ. അതിലൊന്നും കാര്യമില്ല. 2 തവണ നോക്കി. ഞാനൊരു 22 പാരസെറ്റമോൾ ഒക്കെ കഴിച്ചായിരുന്നു. അത് നമ്മള് അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ദൈവം തമ്പുരാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പോകും. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവൻ നമുക്കിതൊരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്തിടിക്കും. അപ്പോൾ തന്നെ നമ്മൾ മരിക്കുന്ന പറഞ്ഞാൽ ചത്തുപോകും. അല്ലാണ്ട് മരണം ആയുസ് തീർന്ന് മരിക്കുന്നതല്ല. അപ്പം നിങ്ങൾ മരിച്ചു കഴിയുമ്പോഴല്ലോ നിങ്ങൾ തെറ്റുകാരിയാക്കി ലോകം ചിത്രീകരിക്കും. ആ സമയത്ത് നിങ്ങൾ ജയിച്ച് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത് അല്ലേ? എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് പറയുക. ഇപ്പം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ നിങ്ങൾ നല്ല നിലയിൽ വരുമ്പോഴല്ലോ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കും, ദൈവമേ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ആ സൗഭാഗ്യം. ഈ പലരും ഇപ്പോൾ ഭാര്യമാരെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നുണ്ട് സ്വത്തിന് വേണ്ടി. അപ്പം ഞാൻ പേഴ്സണലായിട്ട് പേരൊന്നും പറയുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ പുള്ളിക്ക് ഭ്രാന്താണ്. ഏക്കർ കണക്കിന് സ്വത്തുള്ള അത് എന്താ പറയുക ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ ചെയ്ത് അറിയാലോ. അപ്പോൾ ആ പുള്ളിയൊക്കെ എവിടെയാണ്? ഇപ്പോൾ ജയിലിലാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവിക്കുമ്പോൾ എന്നൊരു സന്തോഷമായിട്ട് ജീവിക്കണം. ലീഗലി മൂവ് ചെയ്യാനൊന്നും നോക്കിയിരുന്നില്ലേ? ഇത്രയും ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട്. ഇല്ലടോ, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. എത്ര ഏജ് ആയിരുന്നു ഇത് നടക്കുന്ന സമയത്ത്? അന്നേരം 21.